ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് ഗായ്സ് പറ. പിന്നെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അമ്മയുടെ അനിയനും ഞാനും കൂടിയാണ് കേട്ടോ പോയത്. പൂജാ സാധനങ്ങളും വാങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്ന ശേഷം മാമന് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയി കേട്ടോ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അതാ അമ്മ ഉപ്മാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് സവാളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എണ്ണയിലിട്ടെല്ലാം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വേവിച്ച അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉപ്മാവാണ് കഴിച്ചത്. പിന്നെ മാമൻ വന്നതുകൊണ്ട് തന്നെ മാമൻ്റെ ഒപ്പം അമ്മയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മുത്തശ്ശൻ ദാ ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മ വീട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ പുറകെ നടക്കുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അതിനെ വെറുപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. എൻ്റെ മാത്രമല്ല കേട്ടോ, സച്ചുവിൻ്റെയും പരിപാടി അത് തന്നെയാണ്. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചു. ആ എന്തൊക്കെ അഭ്യാസങ്ങളാണ് നോക്കിക്കേ. നോക്ക് ഇവന് ഇത്രയും കുറുമ്പനാന്ന് ഞാനിപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞ അറിയുന്നത്. അങ്ങനെ അവനെയും കളിപ്പിച്ച് ഞാൻ ദേ ഇപ്പോഴാണ് കേട്ടോ വീട്ടിലോട്ട് കയറുന്നത്. അങ്ങനെ നോക്കുമ്പോണ്ട് എൻ്റെ +2 ഫ്രണ്ട് തന്ന ക്രിസ്മസ് ഗിഫ്റ്റാണത്. അങ്ങനെ അതിനെ ഞങ്ങൾ ചുമരിൽ കയറ്റി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വീട്ടിലേക്ക് വെറും കൈയോടെ അല്ല കേട്ടോ ഞാൻ തിരിച്ചു പോകുന്നത്. അവിടെയുള്ള മിൽക്ക് മെയ്ഡ് അടിച്ചു മാറ്റിയിട്ടാണ് പോകുന്നത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ റൈസും ചില്ലിയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കല്ലെങ്കിലും ചിക്കൻ ഫ്രൈ നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പുതിനയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ നന്നായി ഒന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും അമ്മ ദാ ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഓണത്തിന് വാങ്ങിയ പായസത്തിൻ്റെ കിറ്റ് തീരാത്തത് കൊണ്ട് ഇടയിലിടയിൽ ഞങ്ങൾ പായസം ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ പായസം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കാനുള്ള കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ നല്ല മഴ. പിന്നെ ഞാൻ മഴയും കണ്ട് കുറച്ച് നേരം പുറത്തിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇവൻ്റെ കളികളൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇവൻ്റെ മെയിൻ പരിപാടി പേപ്പർ എടുക്കുക, ഫുള്ള് ചെറിയ പീസായിട്ട് വെട്ടിയിടുക എന്നാണ്. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട ശേഷം കുറച്ച് തുണി മടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നൈറ്റിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മണിച്ചിത്രത്താഴ് ഫിലിമും കണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.